സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാറ തോമസ് എഴുതിയ നാർമടി പുടവ. നല്ല ഉറക്കത്തിലാണ് ഉച്ചത്തിലുള്ള സംസാരം കേട്ടുണർന്നത്. കോളേജിൽ ചേർന്ന് പഠിപ്പ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വെറും സ്വപ്നമായിരുന്നു എന്നോർത്തപ്പോൾ മനസ്താപം തോന്നി. സമയം എത്രയായോ എന്തോ. അത്തയും അപ്പാവും ഇനിയും സംസാരം മതിയാക്കിയിട്ടില്ലെന്നോ? രണ്ടുപേർക്കും ഉറക്കം തീരെയില്ല തന്നെ. അത്താഴം കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകി വെച്ച് മച്ചിൽ വന്ന് താനൊരു ഉറക്കം കഴിയുമ്പോഴേ അത്ത കിടക്കാൻ എത്തുകയുള്ളൂ. അടുക്കള തൂത്ത് വൃത്തിയാക്കി തുടച്ചു കഴിഞ്ഞാലും ഒന്ന് കിടന്നുറങ്ങണമെന്നുള്ള വിചാരമില്ല. നേരെ രേഴിയിൽ ചെല്ലും. ഞവളയ്ക്ക് എടുക്കട്ടുമാ എന്ന അപ്പയോടുള്ള പതിവായ ചോദ്യത്തിന് ഒപ്പം തന്നെ ഉത്തരവും കാക്കാതെ തിരികൾ ഊതിക്കെടുത്തി വിളക്ക് തളത്തിൽ കൊണ്ടുവച്ച് കഴിയും. പിന്നെ അപ്പാവുടെ കട്ടിലിനെതിരെ മതിൽ ചേർത്തിട്ടിരിക്കുന്ന ചാരുബെഞ്ചിൽ കാൽമുട്ടുകൾ കയറ്റി വെച്ചിരിക്കും. ഇങ്ങനെ ഇരുട്ടിൻ്റെ മറവിൽ മുഖാമുഖമായി മണിക്കൂറുകൾ അവർ ഇരിക്കുന്നത് എന്തിനാണെന്ന് അതിശയിച്ചിട്ടുണ്ട്. കാരണം അപൂർവമായി മാത്രമേ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണുകയുള്ളൂ. അപ്പോഴെല്ലാം ഉച്ചത്തിലാണ് പറയുന്നത്. അപ്പാവെ എന്തെങ്കിലും പറഞ്ഞു കേൾപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്. കേൾവിക്കുറവ് കൊണ്ടാണല്ലോ തെക്കേ മഠത്തിലെ കണക്കെഴുത്ത് പണി പോയതും. എല്ലാം കർമ്മദോഷം. തൻ്റെ കർമ്മദോഷം എന്നാണ് പറയേണ്ടത്. അപ്പാവുക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ കോളേജിൽ ചേർന്ന് പഠിക്കാൻ കഴിയുമായിരുന്നു. ഓ, താഴെ നിന്നും കേൾക്കുന്നത് അത്തായുടെ ശബ്ദമല്ലല്ലോ. അത്ത ഉറങ്ങിക്കഴിഞ്ഞോ? കട്ടിലിൽ കൊടുങ്കൈ കുത്തി താഴേക്കെത്തി നോക്കി. അത്തായുടെ പായ് വിരിച്ചപാടെ ശൂന്യമായി കിടപ്പുണ്ട്. എത്ര നിർബന്ധിച്ചാലും കട്ടിലിൽ കിടക്കില്ല. താൻ ഭാഗ്യദോഷിയാണ്. താലിയറ്റവളല്ലേ. എനിക്ക് ഭൂമിയിലെ സുഖങ്ങൾ ഒന്നും വിധിച്ചിട്ടില്ല എന്നാണ് പല്ലവി. താഴെ വീണ്ടും ആരുടെയോ ഉച്ചത്തിലുള്ള ശബ്ദം. അത്തായും സംഭാഷണത്തിൽ പങ്കുകൊള്ളാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോയിരിക്കുകയാണല്ലോ. നിദ്ര തൻ്റെ കണ്ണുകളെ വിട്ടകന്നിരിക്കുന്നു. വന്നത് ആരാണെന്ന് കാണാനുള്ള ജിജ്ഞാസയോടെ പതുക്കെ എണീറ്റ് ധാവണി ശരിയാക്കി മച്ചിൽ നിന്നും താഴേക്കുള്ള വാതിൽപ്പാളി മെല്ലെ തുറന്ന് എത്തി നോക്കി. രേഴിയിൽ വിളക്ക് തെളിയിച്ചിട്ടുണ്ട്. കോണിച്ചവിട്ടിൽ അത്ത കാൽ കുന്തിച്ചിരിപ്പാണ്. இந்த நேரத்திலே தான் ஏன் வந்தேன்னு யாருமே കേൾക്കവേ ഇല്ലേ? യാർക്കും തിരിഞ്ഞിക്കണമെന്ന് ഇല്ല. പരിവരുത്ത ആ ശബ്ദം കേട്ടപ്പോഴേ ആൾ ആരാണെന്ന് മനസ്സിലായി. വേങ്കിയണ്ണൻ. ഇനി എന്താണാവോ പൊടിപാട്? അങ്ങനെയിരിക്കെ ഒരു വരവുണ്ട്. പിന്നെ ഒച്ചയും ബഹളവുമാണ്. കുറേ നേരത്തേക്ക് ഒരച്ഛനെന്ന നിലയ്ക്ക് അപ്പാവിൽ നിന്നുമുണ്ടായ വീഴ്ചകൾ, കേട്ടുമടുത്ത പഴങ്കഥകൾ എടുത്തെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒടുവിൽ എന്തെങ്കിലും മിരട്ട് പറഞ്ഞ് അപ്പാവിൽ നിന്നും 5-10 രൂപ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. പതിവ് അതാണ്. വേങ്കിയണ്ണൻ വന്നാൽ ഒരുതരം വേവലാതിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വരവ് ഓർക്കുമ്പോൾ കൈകാലുകൾ വിറച്ചു പോകുന്നു. തൃക്കാർത്തിക ദിവസം ഉച്ചതിരിഞ്ഞ നേരം. ത്രിസന്ധ്യയ്ക്ക് നടുമുറ്റത്ത് അലങ്കരിക്കേണ്ട ഓട്ടുവിളക്കുകൾ ധൃതിയിൽ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയപ്പവും മലരും തയ്യാറാക്കാൻ അത്തയുടെ സഹായത്തിനെത്തണം. നേരത്തെ ജോലികൾ ഒതുക്കി ശങ്കരി മാമിയുടെ അടുത്ത് പോകണം. തനിക്ക് വേണ്ടി കൂടി മാമി വിച്ചിപ്പൂമാല കരുതാതിരിക്കില്ല. കാർത്തിക ദിവസം ഭംഗിയായി ഒരുങ്ങി മാമിയുടെ കൂടെ അയൽ വീടുകളിൽ പോകുന്നത് ഒരു രസമാണ്. അത്തയ്ക്കാണെങ്കിൽ ഈ വക കാര്യങ്ങളിൽ ഒരു ഉത്സാഹവുമില്ല. സന്ധ്യയ്ക്ക് കോവിലിൽ നിന്നു വന്നാൽ നടപ്പടിയിൽ കാൽ കൊന്തിച്ച് വഴിയെ പോകുന്നവരെ നോക്കിയിരിക്കും. ചിലപ്പോൾ രാമു അണ്ണാവുടെ വീട്ടിലെ അലമേലു മാമിയും കൂട്ടിനുണ്ടാവും. രണ്ടുപേരും ഒത്താൽ പിന്നെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയാനേ നേരമുള്ളൂ. അലമേലു മാമിയാണെങ്കിൽ രാമു അണ്ണാവുടെ നവവധുവിനെ ചീത്ത പറയാനുള്ള ഒരവസരവും വെറുതെ വിടില്ല. തിരുനെൽവേലിക്കാരിയായ മരുമകളുടെ കൊടും തമിഴ് ഭാഷയും പെരുമാറ്റ രീതിയും ഒന്നും തന്നെ അവർക്ക് പിടുത്തമില്ല. പാവം ആ കുട്ടി പലപ്പോഴും തനിച്ചിരുന്ന് കരയുന്നത് കാണാം. തന്നെക്കാളും 3-4 വയസ്സ് മൂപ്പ് കാണുമെന്നേയുള്ളൂ. തളത്തിൽ ഉച്ചത്തിലുള്ള സംസാരം കേട്ടപ്പോഴേ വേങ്കിയണ്ണൻ രൂപ ആവശ്യപ്പെട്ട് എത്തിയിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പ തൻ്റെ നിവർത്തികേട് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ശ്രമവും. പെട്ടെന്ന് അടുക്കളപ്പടിയിൽ മലർ പാറ്റിക്കൊണ്ടിരുന്ന അത്തയെ മറികടന്ന ഒരു കൊടുങ്കാറ്റ് പോലെ വേങ്കിയണ്ണൻ പുറത്തെ മുറ്റത്തേക്ക് പാഞ്ഞു വന്നു.
കനകം അന്തെ വിളക്കിയെല്ലാം ഷെട്ന അലമ്പിത. ഇടിമുഴക്കം പോലെ ഒരാജ്ഞ. ശബ്ദിക്കാൻ നാവനങ്ങിയില്ല. വിറയ്ക്കുന്ന കൈകളോടെ ഒന്നൊന്നായി കഴുകിക്കൊടുത്തു. കയ്യിലുണ്ടായിരുന്ന കുട്ടിച്ചാക്ക് നിവർത്തി വേങ്കിയെണ്ണൻ വിളക്കുകൾ പെറുക്കിയെടുക്കുകയാണ്. തേച്ചെടുക്കാൻ ഇനി ബാക്കിയുള്ളത് അമ്മയുടെ സ്വത്തായി കുടുംബത്ത് ആകെ അവശേഷിച്ചിട്ടുള്ള കൂറ്റൻ നിലവിളക്ക് മാത്രം. കാർത്തിക രാവിൽ ദീപങ്ങളുടെ റാണിയായി 2 തട്ടുകളിലായി 10 തിരികളും തെളിഞ്ഞു കത്തുന്നു. താൻ അഭിമാനത്തോടെ മാത്രം നോക്കിക്കൊണ്ടിരുന്ന ആ നിലവിളക്ക്. കൈകൾ മടിച്ചു നിന്നു. അത്തയെ തിരിഞ്ഞ് ദയനീയമായി നോക്കി. അട പാപി, അതെയെല്ലാം ഏൻ എടുக்கிறേൻ? അത് എടുக்கிறதுக்கு എന്ന അധികാരം? അത്ത നിസ്സഹായതയോടെ തടസ്സം മുരണ്ടപ്പോൾ ഒരലർച്ച. നീ പേശാമൽ എൻ വേലയപ്പോൾ ചാകുമ്പോൾ ഇന്ത് വിളക്കിയ കൂടെ കൊണ്ടുപോക്കറേ. പിന്നെ ആരും എതിർത്തൊന്നും മിണ്ടിയില്ല. തൻ്റെ കൈകളിൽ നിന്നും വിളക്ക് തട്ടിയെടുത്ത് പിരിയഴിച്ച് ചാക്കിൽ കുത്തിത്തിരിക്കുകയായിരുന്നു. കാർത്തിക രാവിൽ തെരുവ് മുഴുവൻ തേച്ചു മിനുക്കി തിരിയിട്ട് കത്തിച്ച ഓട്ടുവിളക്കുകൾ സുവർണജ്വാലകൾ കണക്കെ വരി വരിയായി ശോഭിച്ചപ്പോൾ നിറകണ്ണുകളോടെ വീട്ടുനടയിൽ മണ്ണിൻ്റെ ഇടിഞ്ഞിലുകളെ കത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. നായ വന്ന വിഷയം എന്തെന്ന് യാർക്കും തെരിയ വേണ്ടാമാ. ഉള്ളൊന്ന് കിടുങ്ങി. ഇനി എന്തിനാണാവോ വന്നത്? അപ്പ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ഉൻ മനസ്സിലെ ഇരിക്കുന്നത് ചൊല്ലാതെ എപ്പടി എങ്ങൾക്ക് തിരിയും? പൂനാ തടവി നീ വന്നത് നനച്ച? അത്ത തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ആന ഒരു വിഷയം ചില്ലുറേൻ. ഇനിമേ ഉനക്ക് വിക്കറതുക്ക് ഇന്ത വീട്ടിലെ ഒന്നുമേ കിടയാത്. ഒരു പെണ്ണെ കൂടി കല്യാണം പണ്ണ അനുപ്പണം. കല്യാണം കഴിച്ച് അയക്കണം. അത്തായുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. വീണ്ടും ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരി. അടടാ, ഉൻ മനസ്സിലെ ഇരിക്കറത് ഇപ്പോൾ വെളിയിലേ വന്നാച്ച്. ഇപ്പടി ഒരു സന്ദേഹപ്രാണി ഇരിക്കറതിനാലേ താൻ ഒരു പുരുഷനോട് 10 വർഷം വാഴുന്നത്. ഒരു കുഴന്ത കൂടെ ഉണ്ടാകളേ. അത്തയ്ക്ക് മക്കൾ ഉണ്ടാകാത്തത് അവരുടെ ദുഷിച്ച മനസ്ഥിതി കാരണമാണെന്ന് വരുമ്പോൾ ഒരിക്കലെങ്കിലും ചൂണ്ടിപ്പറഞ്ഞില്ലെങ്കിൽ വേങ്കിയണന് സ്വസ്ഥതയില്ലാത്തതുപോലെയാണ്. അന്നേക്ക് ഞാൻ അപ്പടി ചെയ്ത തൂക്ക് കാരണം ഇருக்கு. എനിക്ക് കൊഞ്ചം പണം ആവശ്യമായിരുന്നത്. എൻ സ്വന്തം വീട്ടെ വിടാൻ ഞാൻ എങ്ക പോവേൻ? ഓ, കഴിഞ്ഞ കാർത്തിക നാളിലെ സംഭവം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ? എന്നെ ചൊല്ലണമോ ചൊല്ലിത്തൊല്ലേ. ഏൻ ഇപ്പടി ശത്തം പോട്ട് അക്കം പക്കം ഇരിக்கிறവാൾക്ക് തൊന്തരവ് കൊടുക്കറേ? അപ്പോ വേങ്കിയണ്ണൻ്റെ വാഗ്ജാലം തടയാൻ ശ്രമിച്ചു. അയൽപ്പക്കക്കാർ എന്ത് തന്നെ ധരിച്ചാലും വേങ്കിയണ്ണന് എന്താണ്? അല്ലെങ്കിലും പൂർവ്വകഥകൾ അവർക്ക് അറിയാവുന്നതേയുള്ളൂ. അപ്പ അമ്മായിയെ 2ാം വിവാഹം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ അമ്മയ്ക്ക് 15 വയസ്സ്. ആദ്യ വിവാഹത്തിലെ മകൻ വെങ്കിട്ടരാമന് 16 വയസ്സും. ഒറ്റപുത്രനായി അത്രയും കാലം ലാളനയിൽ വളർന്നതിൻ്റെ എല്ലാ ദോഷങ്ങളും കയ്യിലുണ്ട്. സ്കൂളിൽ പോകേണ്ട സമയം കൂട്ടുകൂടി ക്ഷേത്ര പരിസരങ്ങളെ ചുറ്റിക്കറങ്ങും. കേൾപ്പോരും കേൾവിയുമില്ല. അപ്പ ശകാരിച്ചാൽ പോയി കഴിയുമ്പോൾ അമ്മയോട് തൊട്ടിക്കേറും. അങ്ങനെ കുടുംബത്തിലെ ഒരു പ്രശ്നമായി നിൽക്കുമ്പോഴാണ് വേങ്ങിയണ്ണൻ്റെ മാമ കുമാരകോവിൽ കൂടെ കൊണ്ടുപോകാമെന്നേറ്റത്. സ്കൂളിൽ പോകാൻ ഉത്സാഹമില്ലെങ്കിൽ കുലത്തൊഴിൽ പഠിച്ച് തന്നെപ്പോലെ ഒരു പൂജാരിയാകാമല്ലോ. ഒരു ഭാരം ഒഴിയുന്ന ആശ്വാസത്തോടെ അപ്പ കൂടെ അയച്ചു. പിന്നെ ഒന്നും അന്വേഷിച്ചതുമില്ല. വേങ്കിയണ്ണൻ്റെ എന്നുമുള്ള പരാതിയും അതാണല്ലോ. കുമാരകോവിലിൽ മാമായുടെ ഒരു തരം ശിങ്കിടിയായി വളർന്നു. വേദം പഠിച്ചതുമില്ല, പൂജാരി ആയതുമില്ല. എങ്കിലും ജീവിക്കാനുള്ള മാർഗം വശത്താക്കി. നാട്ടിൽ സ്വജാതിക്കാരുടെ ഇടയിൽ ഒരു വിവാഹമോ ഒരടിയന്തരമോ മറ്റോ നടന്നാൽ ഏത് വിധമെങ്കിലും വേങ്കിയണ്ണൻ്റെ കീശയിൽ കുറച്ച് പണം വീഴാതിരിക്കില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും അപ്പാവുക്ക് ജോലി ഉണ്ടായിരുന്ന കാലം വരെയും ശമ്പളത്തിൻ്റെ പങ്കുപറ്റാൻ മാസാദ്യം കണിശമായി എത്തുകയും ചെയ്യുമായിരുന്നു. ആരും ഒന്നും ഉരിയാടുന്നില്ലെന്ന് കണ്ടപ്പോൾ വേങ്കിയണ്ണൻ തന്നെ തുടർന്നു. ആമാ ആമാ, എനക്ക് തെരിയും. നാ ഇங்கே வரது யாருக்குமே பிடித்தமில்லை. അതിനാലേ താനേ അറിയാத പരുവത്തിലെ എന്നെ വെളിയെ അനുപ്പിനത്. ആനാ ഞാൻ ഉങ്ങളെ അപ്പടി നിനക്കലേ. അത്തേ, நீங்க சொன்ன மாதிரி நம்ம பொண்ணை ஒரு நல்ல பணக்கார குடும்பத்திலே கல்யாணம் பண்ணணும்னு எனக்கு இருக்கு. என்னை கேட்காതെ കസ്തൂരിക്ക് പണ്ണിനാളെ. അതെന്നാ ആച്ച്? ചേത്ത് വെച്ച പണവും കടനും വാങ്ങി ചെലവഴിച്ച് കടശിയിലെ ഒരു ക്ലർക്കുക്ക് കൊടുത്തേ. അതും എவ்வளவு ദൂരം ഇരിക്ക്.
വേങ്കിയണ്ണനോട് മൂപ്പ് ചോദിക്കാതെ കസ്തൂരിയുടെ കല്യാണം നടത്തിയതിലുള്ള അമർഷം വർഷങ്ങൾ 4 കഴിഞ്ഞിട്ടും കുറഞ്ഞിട്ടില്ലല്ലോ. என்னத்துக்கு அதை பற்றியல்ல இப்போ சொல்லுறது? കനകത്തുക്ക് ആരെയാവത് നീ പാത്തിരുന്നാ ചൊല്ല? വിവരങ്ങൾ അറിയാൻ അത്തയാണ് തിടുക്കപ്പെട്ടത്. ശ്വാസമടക്കി നിന്നുപോയി. തനിക്ക് വിവാഹമോ? എന്നോട് സ്ഥിതി ഉനക്ക് തെരിയുമേ. ഒരു കല്യാണം നടത്ത പണം എൻ കയ്യിലെ ഇപ്പോൾ ഇല്ലലേ. ഇനിമേലും വരപ്പോവതില്ലേ. ഏതാവത് വഴിയിരുന്നാ അവളെ കോളേജിലേയാവത് ചെത്തിടുവേൻ. ഫസ്റ്റ് ക്ലാസ് വാങ്ങിയിരിക്ക്. അവ സ്നേഹിതി എല്ലാവരും പഠിക്കു ചേർന്നിരിക്ക. അവ കണ്ണീർ ഇനിയും നിൽക്കലേ. ശരിയാണ്, തന്നെ കോളേജിൽ അയക്കാൻ സാധിക്കാത്തതിലുള്ള ദുഃഖം അപ്പാവുക്കും ഇനിയും തീർന്നിട്ടില്ല. ദിവസത്തിൽ ഒരിക്കലെങ്കിലും അതേപ്പറ്റി പറഞ്ഞ് വിഷമിക്കാതിരിക്കുകയില്ല. അപ്പാവുടെ ഒരു ദുരിതം അറിയാതെ ഒരു നെടുവീർപ്പിട്ടുപോയി. ഇതെല്ലാം தெரிஞ்சതിനാലേ താനേ ഞാൻ இந்த விஷயத்திலே ശ്രദ്ധയിട്ടേ. இந்த கல்யாணாலோசனையிலே பணம் ஒரு பெரிய விஷயம் இல்லை. அது தெரிஞ்சதினாலே நாம் இங்கே வந்தேன். நம்ம பெண்ணோட ഭാഗ്യന്ന് താൻ ചെല്ലണം. പയ്യൻ വേറെ ആരും അല്ലേ. എൻ പൊണ്ടാട്ടി കാമാക്ഷിயின் കാദംബരി ചിത്തി ഇല്ലയോ? അവളോടെ പിള്ളതാ. അതും ദൂരമില്ലേ. എൻ വീട്ടുക്ക് അടുത്താപ്പിലേതാ. വേണുങ്കര പണം, 4 കെട്ടും കുത്തുപരയും മതിൽക്കെട്ടും ഇരിക്കറ പഴയ മഠം, തൊഴവ് നിറയെ പശു. അതിനാലതാ പണം ഒരു വിഷയമേ അല്ല എന്ന് ചൊല്ലേൻ. കാദംബരി ചിത്തി കനകത്തെപ്പോൾ ഒരു നല്ല പൊൺ വേണമെന്ന് ரொம்ப ആശപ്പെടുക. എന്തോ അവിശ്വസനീയമായ വാർത്ത കേട്ടതുപോലെ അത്ത വിഴിച്ചിരിക്കുകയാണ്. ഇവളോ പെരിയ പണക്കാരൾക്ക് നമ്മെ പിടിക്കുമാ? അവ അന്തസ്തുക്ക് ശരിയാ. നാം കല്യാണം എപ്പടി ചെയ്തു മുടിക്കും? നടപ്പില്ലാത്ത കാര്യത്തെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ലാത്തതുപോലെ അപ്പാവുടെ ഉന്മേഷരഹിതമായ സ്വരം. അത് താനാ ചൊന്നേൻ. ചിത്തിക്ക് പെരിയ ഇടത്തിലെ പൊൺ വേണ്ടവേ വേണ്ട. അവൾക്ക് പെൺകുഴന്തകൾ ഇല്ലേ. ഒരു പാവം പൊണ്ണെ എപ്പടിയാവത് കാപ്പാത്തണമെന്ന് ദാ അവ ആശേ. അപ്പോഴും വിശ്വാസം വരാത്തതുപോലെയാണ് അത്തായുടെ ഇരിപ്പ്. അല്ലെങ്കിലും വേങ്കിയണ്ണൻ പറയുന്നതിൽ എത്ര വാസ്തവമുണ്ടെന്ന് ആർക്കറിയാം. നീങ്ക വേറൊന്നും സന്ദേഹപ്പെട വേണ്ട. ജാതകം മട്ടും ചേന്താ പോതും. കല്യാണം നടന്ന മാതിരി താൻ. അത്രയും കേട്ടപ്പോഴാണ് അത്ത പതുക്കെ മുരടനക്കിയത്. അത് ശരി, പയ്യനെപ്പറ്റി നീ ഒന്നുമേ ചൊല്ലലയാ? കേർക്കിറ കേൾവിയേ പാര്. വേങ്കിയണ്ണൻ്റെ അട്ടഹാസച്ചിരി. ഇവളവ് പണക്കാരുടെ അടുത്ത് പിള്ളയെപ്പറ്റി ഇനി എന്നെ തെരിയണം. അങ്കേ കണക്കെഴുതുറ. അരുണാചല പിള്ളയ്ക്ക് 50 രൂപ ശമ്പളം. അപ്പം നീങ്ക എவ்வளவு വർഷം വേല പണിപ്പറം താനേ 50 രൂപ കിടച്ചത്? ഇന്നും വേറെ എന്നെ ചൊല്ലണം. ഒരു 50 രൂപ സമ്പാദിக்கிற മാപ്പിളയെ ഉൻ പെണ്ണുക്ക് തേട ഉങ്ങളാലെ മുടിയുമാ? അതെല്ലാം ഏൻ യോശിക്ക മാട്ടേങ്കറേൻ. പയ്യനുടെ അഴക്, വയസ്സ്, വാചകം പൂർത്തിയാക്കാൻ ധൈര്യമില്ലാത്തതുപോലെ അത്ത നിർത്തി. അതേപ്പറ്റി ചൊല്ലപ്പുറേൻ. വയസ്സ് ശരിயான കല്യാണ വയസ്സ് ഒരു 30 ഇരിക്കും. പുരുഷാൾക്ക് ഇതൊരു വയസ്സാ? പാക്കറതുക്ക് പൂവും പഴം പോലെ അതേ നിറവും മിനുമിനുപ്പും. ആന അത്തേ, ഉങ്ങള മാതിരി കുത്തം കണ്ടുപിടിக்கிறവാൾക്ക് കണ്ണും മട്ടും 1.5 കണ്ണെന്ന് ചൊല്ലലാം. അവളൗതാ. ഹൃദയത്തിൽ കട്ടിയുള്ള എന്തോ വന്നു വീണതുപോലെ. അതുവരെയുള്ള സംഭാഷണം കേട്ടു നിന്നപ്പോഴുണ്ടായിരുന്ന ഔത്സുക്യം കെട്ടടങ്ങിയിരിക്കുന്നു. കൊഴുത്തുരുണ്ട മുഖത്ത് ഒരു വശത്തേക്ക് തുറച്ചു നിൽക്കുന്ന കോങ്ങണ്ണ്. 5ാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിച്ചിരുന്ന വൈദ്യലിംഗം സാറിനെ പോലെ. മുഖത്തിന് നേരെ നോക്കുമ്പോൾ മറ്റെങ്ങോ തറച്ചു നിൽക്കുന്ന ഒറ്റക്കണ്ണ്. ഭാവന മനസ്സിൽ ദ്രുതഗതിയിൽ ഒരു നഖചിത്രം കോറിക്കഴിഞ്ഞിരുന്നു. യാരികയെ പേശല്ലേ. പയ്യനുക്ക് 2 കണ്ണും ഇരിക്കറത് പോരാതാ? അവനുക്ക് ഞാൻ നീ ഇന്ന് പെൺ കൊടുക്ക എത്തനെ പേർ കാത്തിണ്ടിരിക്ക. ഞാൻ കനകത്തെപ്പറ്റി ചൊന്നതിലേ ഇരുന്ന് കാദംബരി ചിത്തുക്ക് കനകത്തിന്മേലേ ഒരിഷ്ടം. അതും ഞാനും കാമാക്ഷിയും എടുത്തു ചൊന്നപ്പുറം താ. இந்த കല്യാണം നടത്തണമെന്ന ഇപ്പാവേ തീരുമാനിക്കണം. இந்த ജാതകത്തോടെ ഞാൻ നാളേക്ക് അങ്കെ പോയി താനാകണം. പൂർണ്ണബോധത്തോടെയല്ല പിന്നെയുള്ള സംഭാഷണങ്ങൾ കേട്ടത്. പണക്കാരനെങ്കിലും തനിക്ക് ഒരു കോങ്ങണൻ ഭർത്താവ് വേണ്ടെന്ന് മനസ്സ് നിശബ്ദം തേങ്ങിക്കൊണ്ടിരുന്നു. തൻ്റെ വികാരങ്ങൾ അവർ മനസ്സിലാക്കിയെങ്കിൽ
അപ്പാവും അത്തയും മുഖത്തോട് മുഖം നോക്കി നിശ്ചലരായി ഇരിക്കുകയാണ്. ഇനി എന്ന യോജനെ വേണുമാന ഇപ്പോവേ ജാതകത്തെ കൊടുങ്കോ, ഇല്ലാട്ട എനക്ക് ഉടൻ പോകണം. വേങ്കിയണ്ണൻ്റെ സ്വരം ഉയർന്നു കഴിഞ്ഞു. അപ്പ ഒന്നും മിണ്ടിയില്ല. സാവധാനം എണീക്കുകയായിരുന്നു. അകത്തെ കാൽപ്പെട്ടി തുറക്കുന്ന ശബ്ദം മനസ്സ് വിറങ്ങലിക്കുകയാണ്. കൂടുതലായി ഒന്നും കേൾക്കാനില്ല. മനസ്സാന്നിധ്യം തോന്നിയില്ല. തിരികെ വന്ന് കിടന്നു. 2. എപ്പോഴാണ് ഉറങ്ങിയത്? അതും എന്തൊരുറക്കമായിരുന്നു! ഒന്നിനു പുറകെ ഒന്നായുള്ള ദുസ്വപ്നങ്ങൾ. ഒടുവിൽ കണ്ടതോ? ഓർക്കുമ്പോൾ തന്നെ മനസ്സ് മരവിച്ചു പോകുകയാണ്. ക്ഷേത്രത്തിൽ സന്ധ്യാപൂജയ്ക്ക് തൊഴുകൈകളോടെ ദേവനെ വന്ദിച്ച് കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ മഹാത്ഭുതം! വെങ്കടേശ്വരന്റെ സ്ഥാനത്ത് മറ്റൊരു വികൃത രൂപം. തൻ്റെ നേരെ തുറച്ചു നിൽക്കുന്ന ഇടത്തെ കണ്ണ് അടിമുടി വിറച്ചുപോയി. ആ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആൾക്കൂട്ടത്തിൽ ഒഴിഞ്ഞു മാറിയിട്ടും ആ കണ്ണ് തൻ്റെ മേൽ ഉറച്ചു നിൽക്കുകയാണ്. വേവലാതിയോടെ പുറംതിരിഞ്ഞ റോഡിലേക്ക് ഓടി. അപ്പോഴും കൺമുമ്പിൽ അതേ വികൃത രൂപം. തന്നെ വരിഞ്ഞു മുറുക്കാനെത്തുന്ന കൈകൾ. വിയർപ്പിൽ കുളിച്ചാണ് ഉണർന്നത്. ഓ, നേരം വെളുത്തിരിക്കുന്നു. വേഗം ചാടി എഴുന്നേറ്റു. വെങ്കടാചലപതി ക്ഷേത്രത്തിൽ ശംഖനാഥൻ മുഴങ്ങുമ്പോൾ താൻ ഉണർന്നില്ലെങ്കിൽ അത്ത ശകാരവർഷത്തോടെ വിളിച്ചുണർത്തുകയാണ് പതിവ്. പെൺകുട്ടികൾ ഇങ്ങനെ ബോധം മറഞ്ഞുറങ്ങിയാൽ ഇനി എപ്പോഴാണ് കുളിക്കുക? നടവാതിൽ തൂത്ത് തളിച്ചിട്ടില്ല. ഗണപതിക്ക് വിളക്ക് വെച്ചിട്ടില്ല. വീട്ടിൽ കുടികൊള്ളുന്ന മഹാലക്ഷ്മിയെ അടിച്ചു പുറത്താക്കരുത്. അങ്ങനെ വാതോരാതെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. പുറത്തു മാറുന്ന ദിവസങ്ങളിലല്ലാതെ ഈ നിഷ്ഠകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അനുവദിക്കുന്നതല്ല. അതും അത്ത ഉഷപൂജ തൊഴുത് തിരിച്ചെത്തുന്നതിനു മുമ്പ് എല്ലാം ചെയ്തു തീർത്തിരിക്കുകയും വേണം. ഇന്നെന്തു പറ്റി? ധൃതി പിടിച്ച് താഴേക്കിറങ്ങി. ഓ, ആശ്വാസമായി. തളത്തിലെ ഗണപതിക്ക് വിളക്ക് വച്ചിരിക്കുന്നു. നടവാതിൽ ശുചിയാക്കി കോലം വരച്ചു കഴിഞ്ഞിരിക്കുന്നു. അത്തായിയുടെ കണ്ണിൽ പെടാതെ കുളിപ്പുരയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ പുറകിൽ നിന്നൊരു വിളി. ഇനി നിശബ്ദയായി നിന്ന് ശകാരം കേട്ടുകൊണ്ടാൽ മതി. പക്ഷേ പറഞ്ഞത് വളരെ മയത്തില. കനകം, ശീക്രം കുളിച്ചു വാ. ശമയിൽ പണ്ണണം. അപ്പാവും അണ്ണാവും വരുമ്പോൾ അവൾക്ക് ശാദം പോടണം. അപ്പോൾ കാപ്പി കുടി കഴിഞ്ഞ് അപ്പാവും വേങ്കിയണ്ണനും പുറത്തു പോയെന്നോ? നേരം വളരെ കഴിഞ്ഞിരിക്കുന്നു. താൻ ഉണരാൻ ഇത്ര വൈകാൻ കാരണം? തണുത്ത വെള്ളം മൊന്തയിൽ നിന്ന് തുടരെ തുടരെ തലയിൽ ചിതറി വീണപ്പോഴാണ് തലേ ദിവസം രാത്രി സുഖനിദ്രയുടെ മധ്യേ അടുക്കും ചിട്ടയുമില്ലാതെ ഒരു ദുസ്വപ്നം പോലെ കണ്ടതും കേട്ടതും ഓർമ്മയിൽ തെളിഞ്ഞത്. അതോടെ മനസ്സിൻ്റെ സ്വാസ്ഥ്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. വേങ്കിയണ്ണൻ കൊണ്ടുവന്ന ഒരു കല്യാണാലോചന, സ്വപ്നത്തിൽ കണ്ട വികൃത രൂപം, തൻ്റെ നേരെ തുറച്ചു നിൽക്കുന്ന ഇടറാത്ത കണ്ണ്. ചിന്തകൾ പല വഴിക്കും പാഞ്ഞു. ഇത്ര രാവിലെ എവിടേക്കാവും പോയത്? തെക്കേ മഠത്തിലായിരിക്കുമോ? ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെങ്കിലും മഠത്തിലെ പെരിയ മാമയോടൊത്ത് ചതുരംഗം കളിക്കുന്ന പതിവ് അപ്പായ്ക്ക് ചിലപ്പോഴൊക്കെ ഉള്ളതാണ്. പക്ഷേ വേങ്കിയണ്ണൻ ഒരു കാരണം പ്രമാണിച്ചും തെക്കേ മഠത്തിൽ കടന്നു പോകരുതെന്നല്ലേ പണ്ട് തുടങ്ങി പെരിയ മാമയുടെ കൽപ്പന. അല്ലെങ്കിലും രണ്ടുപേരും കൂടി ഒത്ത് പണ്ടേ പോകുക പതിവില്ലല്ലോ. അത്തയോട് ചോദിച്ചാലോ? പക്ഷേ കുളി കഴിഞ്ഞെത്തിയപ്പോൾ അത്ത രുദ്രാക്ഷമാല എണ്ണി ജപമാണ്. പകുതി അടഞ്ഞ കണ്ണുകളോടെ ചുണ്ടുകൾക്കിടയിൽ ഇത്രയധികം നേരം പിറുപിറുത്തിരിക്കുന്നത് എന്താണാവോ? തൽക്കാലം മൗനം ദീക്ഷിക്കുകയാണ് ഉത്തമം. വേഗം അടുക്കളയിൽ കടന്ന് വെപ്പ് പണി തുടങ്ങി. അത്ത ജപം മതിയാക്കി തന്നെ സഹായിക്കാൻ എത്തിയപ്പോൾ തലേ ദിവസം ഉണ്ടായ സംസാരത്തെപ്പറ്റി എന്തെങ്കിലും പറയുമെന്നാണ് കരുതിയത്. പക്ഷേ അത്ത ഒന്നും മിണ്ടിയില്ല. മുറ്റത്ത് പോയി ചുണ്ടങ്ങ പറിച്ചുകൊണ്ടുവന്ന് മെഴുകുപുരട്ടി ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. അത്തയുടെ കാഴ്ചപ്പാടിൽ ഈ വക കാര്യങ്ങൾ പെൺകുട്ടികൾ മുൻകൂട്ടി അറിയേണ്ടതില്ല എന്നായിരിക്കും. കസ്തൂരിയുടെ വിവാഹക്കാര്യം ചൊല്ലി തളത്തിൽ ചില കൂടിയാലോചനകൾ നടന്നപ്പോഴും ചിലരൊക്കെ ഒളിച്ചും പതുങ്ങിയും നിന്ന് തങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നല്ലാതെ അത്തായുടെ വായിൽ നിന്ന് ഒരു വിവരവും കേട്ടറിഞ്ഞിട്ടില്ലല്ലോ. ഒരു ദിവസം പതിവില്ലാതെ രാവിലെ ഉണ്ണിയപ്പത്തിന് അരി അരയ്ക്കുവാൻ തന്നെ ഏൽപ്പിച്ചപ്പോഴാണ് അന്ന് കസ്തൂരിയെ കാണാൻ ചിലർ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഓ, അപ്പോൾ തോന്നിയ ഉന്മേഷം
കസ്തൂരി കുളിച്ചു വന്ന് വിവരങ്ങൾ അറിയിക്കുന്നതുവരെ മനസ്സിന് അടക്കമുണ്ടായിരുന്നില്ല. അന്ന് കസ്തൂരി ഉണ്ടായിരുന്നു. ദുഃഖവും സന്തോഷവും ഒപ്പം പങ്കിട്ടിരുന്നു. കസ്തൂരി വിവാഹം കഴിഞ്ഞു പോയതിൽ പിന്നെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ കൂടി ആളില്ല. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിൽ വെച്ചെങ്കിലും ശാരദയും സരോജവും കൂട്ടുണ്ടായിരുന്നു. പഠിപ്പ് നിർത്തിയതിൽ പിന്നെ അവരെ ഒന്ന് കാണാൻ കൂടി സാധിച്ചിട്ടില്ല. മറ്റ് ജാതിക്കാരെ വീട്ടിൽ വിളിച്ച് കയറ്റരുതെന്ന് അത്ത കർശനമായി വിലക്കിയിട്ടുള്ളതാണ്. അവരുടെ വീടുകളിൽ പോകാനൊട്ട് അനുവാദവുമില്ല. ഋതുമതിയായതിൽ പിന്നെ വിലക്കുകളുടെ എണ്ണം പെരുകിയിരിക്കുകയാണ്. വൈകുന്നേരം തൊഴാൻ ക്ഷേത്രത്തിൽ പോകുമ്പോഴാണ് വീടിന് പുറത്തേക്ക് കടക്കുന്നത്. ചിലപ്പോഴൊക്കെ ശങ്കരി മാമിയുടെ വീട്ടിലും പോകും. അത്ര തന്നെ. ആ പോക്കും അത്തയ്ക്കത്ര തൃപ്തിയുള്ള കാര്യമല്ല. എങ്കിലും ശങ്കരി മാമിയെ മുഷിപ്പിക്കുന്നതെങ്ങനെ? പ്രത്യേകിച്ച് അപ്പാവുക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ 4-5 രൂപ അത്യാവശ്യത്തിന് വേണമെങ്കിൽ മറ്റെങ്ങു പോകാനാണ്? കൂട്ടൊക്കെ അലമീലുമാമിയോടാണെങ്കിലും പണം കൊടുത്ത് അത്തയെ സഹായിക്കാനൊന്നും അവർ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഒന്നിച്ചിരുന്ന് പരദൂഷണം പറയുന്നതിലുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും ശങ്കരി മാമിയോട് തനിക്കുള്ള അടുപ്പം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. ഓർമ്മ വെച്ച നാൾ മുതൽ താൻ ആ വീട്ടിലെ നിത്യ സന്ദർശകയാണ്. പെൺമക്കളില്ലാത്ത മാമിക്ക് വൈകുന്നേരം നടവാതിലിൽ കോലം വരച്ചു കൊടുക്കുന്നതും മുല്ലമാല കെട്ടിക്കൊടുക്കുന്നതും കോവിലിൽ കൂട്ടുപോകുന്നതും ഒക്കെ തൻ്റെ ദിനചര്യയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഓ, ശങ്കരി മാമിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയിരുന്നെങ്കിൽ. മാമി അതും ഇതുമൊക്കെ പറയുന്നത് കേട്ടിരിക്കുമ്പോൾ മനസ്സിലെ അസുഖകരമായ ചിന്തകളൊക്കെ മാറിക്കിട്ടും. കടും നിറത്തിലുള്ള ചേല ചുറ്റി കഴുത്തിൻ്റെ പിൻവശത്ത് താഴ്ന്നു കിടക്കുന്ന മുടിക്കെട്ടിൽ മുല്ലമാല ചൂടി മുറുക്കി ചുവന്ന ചുണ്ടുകളിൽ പുഞ്ചിരിയുമായി അവർ നടവാതിലിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ മനസ്സിൽ പ്രത്യേക ഉന്മേഷമാണ്. കുട്ടിക്കാലത്ത് അമ്മ നഷ്ടപ്പെട്ടത് കൊണ്ടാണോ അവരോട് ഈ മമത തോന്നിയിരുന്നത്? അതോ ഒരു മകളോടുള്ള വാത്സല്യം തന്നോട് കാണിച്ചത് കൊണ്ടാണോ? എന്തോ സൂത്രം പറഞ്ഞാണ് ഈ 10-ാം മണി നേരത്ത് മാമിയുടെ വീട്ടിലേക്ക് പോകാൻ അത്തയുടെ അനുവാദം വാങ്ങുന്നത്. അപ്പോഴാണ് രാജാമണിയുടെ വരവ്. കനകാക്കയ്ക്ക് ജോലി മുടിഞ്ച അമ്മ ആത്തക്ക് വരശെന്ന അത്തയുടെ കണ്ണുകളിലേക്ക് താൻ അനുവാദം തേടി നോക്കി. എന്തിനാണെന്നൊന്നും കൃത്യച്ച് ചോദിക്കാതെ മറുപടിയായി നീട്ടി മൂളിയപ്പോൾ സമാധാനമായി. ഒരു സൂത്രം പറയാതെ രക്ഷപ്പെട്ടു. കൈകൾക്ക് വേഗത കൂടി. വെച്ചുപണി കഴിഞ്ഞിരുന്നു. അടുക്കള തൂത്ത് തുടച്ചിട്ട് അത്തയോട് അനുവാദം വാങ്ങി എതിരെയുള്ള വീട്ടിലേക്ക് ഓടി. ശങ്കരി മാമി ലഡു ഉണ്ടാക്കുന്ന സംരംഭത്തിലാണ്. ഉരുളിയിൽ ചൂടുള്ള പഞ്ചസാരപ്പാവിൽ കടലമാവിൻ്റെ ബൂന്തികളും നെയ്യിൽ വറുത്ത മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൽക്കണ്ടം പൊടിച്ചതുമൊക്കെ കൂടെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓ, നീ വന്നോട്ടിയ കനകം? ഉണ്ണി മാമി വിടമാട്ടാളോന്ന് നനച്ചേ. ചൂട് ആറ്റതുക്ക് മുന്നാലെ ഇന്ത ലഡു പിടിക്കണം. ഇനിയും ചമയൽ അകലെ. കോളേജ് നേരത്തെ വിട്ടാനാക്ക. നന്ദു ശാപ്പിട വരേണ്ട ചൊല്ലി ഇരുക്ക. നന്ദു ഹൃദയത്തിൽ ഒരിക്കിളി. കഴിഞ്ഞ തിരുവാതിര നാൾ പുലർച്ചയ്ക്ക് ശങ്കരി മാമിയെ കൂട്ടിയിട്ട് കോവിലിൽ പോകാൻ ചെന്നതാണ്. വാതിൽ തുറന്ന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് നന്ദുവായിരുന്നു. വളരെ ദിവസം കൂടിയാണ് തനിച്ച് കണ്ടത്. ഒരു നിമിഷം നോക്കി നിന്നു. എന്തോ അത്ഭുതം കാണുന്നത് പോലെ. തനിക്ക് പണ്ടൊരിക്കലും തോന്നിയിട്ടില്ലാത്ത ലജ്ജ. ആഹാ കനകം, നീ റൊമ്പ അഴഹായിരിക്കേ. പറഞ്ഞു തീർന്നതും അബദ്ധം എഴുന്നള്ളിച്ച ജാള്യതയോടെ കോണി കയറി മച്ചിലേക്ക് ഓടിപ്പോയതും ഒപ്പമായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ഒപ്പം കളിച്ചു വളർന്ന നന്ദുവാണ്. എങ്കിലും അന്നത്തെ സംഭവത്തിന് ശേഷം കാണുമ്പോൾ മനസ്സിന് ഒരുതരം വൈവശ്യമാണ്. എന്തൊരൈശ്വര്യമാണ് ആ മുഖത്ത്. അനന്തപത്മനാഭൻ എന്ന പേര് പോലെ തന്നെ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് പുഞ്ചിരി തൂകുമ്പോൾ നക്ഷത്രങ്ങൾ തെളിയുന്നത് പോലെയാണ്. കാണെ വീണ്ടും നോക്കിപ്പോകും. പക്ഷേ നോട്ടങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ തൻ്റെ കണ്ണുകൾ താനേ പിൻവാങ്ങിക്കഴിയും. എന്നത്തെ പാത്തയിൻറുക്കെ കനകം, അന്ത പലകയെല്ലാം എടുത്തുപോട്. വേല നടക്കട്ടും. ശങ്കരമാമി ലഡു നിരത്താനുള്ള പിത്തളത്തട്ടം കഴുകി തുടച്ചെത്തിയപ്പോഴേക്കും താൻ അതേ നിൽപ്പാണ്. വേഗം തന്നെ ധാവണിയുടെ അറ്റം എളിയിൽ വലിച്ചു കുത്തി ലഡു ഉണ്ടാക്കാനുള്ള പുറപ്പാടായി. ശങ്കരി മാമി കറിക്കരയ്ക്കുകയാണ്. ചൂടുള്ള
ചൂടുള്ള ബൂന്തികൾ കൈക്കുള്ളിൽ അമർത്തി ഉരുളകളാക്കിക്കൊണ്ടിരുന്നെങ്കിലും ചിന്തകൾ അലസമായി നന്ദുവിനെ പറ്റിക്കൂടി നിന്നു. കോളേജിൽ കയറിയ ശേഷം ഈ 3 വർഷങ്ങളിൽ എത്ര പൊക്കം വെച്ചിരിക്കുന്നു. അടുക്കള വാതിലിൽ തല മുട്ടാതിരിക്കാൻ കുനിഞ്ഞാണ് കയറുന്നത്. വെളുത്ത മുഖത്ത് താടിരോമങ്ങൾ വടിച്ചു കളയുന്നത് തെളിഞ്ഞു കാണാറുണ്ട്. താൻ ഒരു പുരുഷനായി വളർന്നിരിക്കുന്നു എന്നുള്ള വിചാരം കൊണ്ടാണോ പണ്ടത്തെ പോലെ തന്നോട് കളിതമാശകൾ പറയാത്തത്? അന്യപുരുഷന്മാരുടെ മുഖത്ത് പോലും നോക്കരുതെന്നാണ് പ്രായമായി കഴിഞ്ഞപ്പോൾ മുതൽ അത്ത തന്നോട് പ്രത്യേകം നിർദ്ദേശിച്ചിരിക്കുന്നത്. വളരേണ്ടിയിരുന്നില്ലെന്ന് പെട്ടെന്ന് തോന്നിപ്പോയി. പണ്ടത്തെ പോലെ നന്ദുവിനോട് വഴക്ക് പിടിച്ച് നടക്കാൻ എന്ത് രസമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരുന്നു. സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് കണ്ടപ്പോൾ റോഡിൽ വെച്ച് ഉറക്കെ നന്ദു എന്ന് വിളിച്ചു. വീട്ടിൽ ചെന്ന് കയറിയതും ഒരു മൂച്ച് ശകാരം. എന്നെ നന്ദു എന്ന് കൂപ്പിടുறதுக்கு നീ ആര്? എന്നോട് ഫ്രണ്ട്സ് എന്നെ നിനക്കും പേര് തെരിയാട്ടാ? ഇപ്പോവെ കേട്ടുങ്കോ അനന്തപത്മനാഭൻ. മുഖത്ത് പതിവില്ലാത്ത ഗൗരവം കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. ഞാനന്തു നന്ദു നന്ദു പിന്നെയും പിന്നെയും വിളിച്ചു. കലി കയറി ചെവിക്ക് പിടിച്ചൊരു മുറുക്ക്. ഉച്ചത്തിൽ നിലവിളിച്ചു പോയി. ശങ്കരി മാമി ഓടിയെത്തി. ബഹളത്തിൻ്റെ കാര്യം കേട്ടപ്പോൾ വഴക്ക് കിട്ടിയത് നന്ദുവിനാണ്. അവൾ കുഴന്തതാനേ, ഉന്നെ അപ്പടി കൂപ്പിട്ടേനു നനച്ച് അവൾ കാതെ പിടിக்கிறதுக்கு എന്ന അധികാരം? ദേഷ്യത്തോടെ കോണി ചാടിക്കയറി മച്ചിലേക്ക് ഒറ്റപ്പോക്ക്. കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ടും താഴോട്ട് വരുന്ന ഭാവമില്ല. പതുക്കെ കോണി കയറി ചെന്ന് ചാരിയിട്ടിരുന്ന വാതിൽ മെല്ലെ തുറന്നു. കണ്ടിട്ട് ചിരിക്കാനുള്ള ഭാവമില്ല. ഇനിയും പിണക്കം തീർന്നില്ലേ? ശങ്കയോടെ വിളിച്ചു. നന്ദു അണ്ണാ, ഞാൻ എപ്പടി ഉനക്ക് അണ്ണനാക്കും? എനിക്ക് തങ്കയില്ലേ? അപ്പോൾ ആ മുഖത്ത് ഗൗരവമാണ്. അപ്പുറം എന്നെ കൂപ്പിട വേണം? വിക്കി വിക്കി ചോദിച്ചു. കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. ഇത്തിനി നാളും നീ എന്നെ എപ്പടി കൂപ്പിട്ടിരുന്നത്? പെട്ടെന്ന് ഒരു ചോദ്യം. നന്ദു പേടിയോടെ പറഞ്ഞു. ആന ഇനിമേലും അപ്പടിതാ കൂപ്പിട്ടറാ പോലും. കണ്ണുകൾ ചിമ്മി ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതിൽ പിന്നെ താൻ പേര് ചൊല്ലി വിളിച്ചിട്ടില്ലെന്ന് പെട്ടെന്ന് ഓർത്തുപോയി. അരപ്പു കഴിഞ്ഞ് കറിക്കരിയാനുള്ള മലക്കറിയുമായി ശങ്കരി മാമി അടുത്തു വന്നിരുന്നു. എന്നെ കനകം ഒന്നുമേ പേശമാട്ടേങ്കിറേ? ഒന്നുമില്ലേ മാമി? അത്ത ശണ്ട പിടിച്ചോ? ഇല്ലേ മാമി. ചിരിക്കാൻ ശ്രമിച്ചു. അത്തയുടെ കാര്യം മാമിക്ക് അറിയാവുന്നതാണ്. ചിലപ്പോൾ നിസ്സാര കാരണം മതി വഴക്ക് തുടങ്ങാൻ. താൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചതോ നടവാതിൽ റോഡിൽ നോക്കി നിന്നതോ ആവാം. പിന്നെ ഒരു ബ്രാഹ്മണ പെൺകുട്ടി പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളെപ്പറ്റി ഒരു നീണ്ട പ്രസംഗമായിരിക്കും. എന്തെങ്കിലും സമാധാനം പറയാൻ ശ്രമിച്ചാൽ ശകാരമായി. കരഞ്ഞു വീർത്ത മുഖവുമായി എതിരെയുള്ള വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശങ്കരി മാമിയാണ് പലതും പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നത്. അത്ത പറയുന്നതൊന്നും കാര്യമാക്കണ്ട. ചെറുപ്പത്തിലേ താലിയറ്റതല്ലേ? മക്കളുമില്ല. അവർ ജീവിക്കുന്നത് അവരുടേതായ പ്രത്യേക ലോകത്താണ്. നിങ്ങൾ കുട്ടികളുടെ രീതികളൊന്നും അവർക്ക് മനസ്സിലാവില്ല. അത്രയേയുള്ളൂ. അല്ലാതെ നിന്നോട് സ്നേഹക്കുറവുള്ളത് കൊണ്ടല്ല. സ്നേഹക്കുറവൊന്നുമില്ലെന്നറിയാം. പക്ഷേ സ്നേഹമുണ്ടോ? കസ്തൂരിയെ ഒഴിച്ച് മറ്റാരെയെങ്കിലും അവർക്ക് സ്നേഹിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. അത്ത ചെറുപ്പത്തിൽ ഇരുന്ന പോലെയാണ് കസ്തൂരി എന്നാണ് വെയ്പ്പ്. അലമേലു മാമിയും അങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു പക്ഷേ നേരായിരിക്കും. പക്ഷേ മുഖത്തെ തൊലിയുടെ മാർദ്ദവും തീർത്തും നഷ്ടപ്പെട്ട് കൈകാലുകൾ ചുക്കിച്ചുളിഞ്ഞ് കണ്ണുകളുടെ നിറം മങ്ങി മുട്ടയടിച്ച തലയും ചുക്കിച്ചുളിഞ്ഞ ശരീരവും നാർമടിപ്പുടവ കൊണ്ട് പുതച്ച് കൂനിക്കൂനി നടക്കുന്ന അത്ത ഒരു കാലത്ത് സുന്ദരിയായിരുന്നുവെന്ന് എങ്ങനെ വിശ്വസിക്കാനാണ്? ഉനക്ക് എന്നാ ഇന്നേക്ക് ഒന്നും ചൊല്ലറதுக்கு ഇല്ലേ? സമാചാരം എല്ലാം ചൊല്ല്. അங்கே വെങ്കിട്ടരാമൻ വந்திരിക്ക പോലിരിക്കേ. നേത്തെയും രാത്രി പേച്ച് ശബ്ദം കേട്ടത്? പോന തടവേ ശണ്ട പോട്ട മാതിരി നേത്തിക്ക് ഒന്നും നടക്കലേ. അതിനുത്തരമായി തല കുലുക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. കഴിഞ്ഞ കാർത്തിക ദിവസത്തിൽ വേങ്കിയണ്ണൻ ഉണ്ടാക്കിയ ബഹളം അയലത്തുകാർക്കൊക്കെ അന്നേ ദിവസം ഒരു സംസാര വിഷയമായിരുന്നല്ലോ. നാവ് വരണ്ടിരുന്നു. വേങ്കിയണ്ണൻ എന്തിനാണ് വന്നതെന്നുള്ള അടുത്ത ചോദ്യത്തിന് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്നുള്ള ഭയമായിരുന്നു. പക്ഷേ മാമി തിരക്കിയത് കസ്തൂരിയുടെ വിശേഷമാണ്. കോയമ്പത്തൂരിലേ ഇരുന്ന് ലെറ്റർ വരന്താ? വരതേ. സൗഖ്യം താനാ?
സൗഖ്യം, നല്ല സൗഖ്യമാണ്. പ്രസവത്തിന് വന്നു പോയിട്ട് 2 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നാട്ടിലേക്ക് വരാനുള്ള മോഹം അടുത്തെങ്ങും നടക്കാൻ പോണില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു പ്രസവം കാരണം അത്രയേറെ കടം വന്നു ചേർന്നിരിക്കുന്നു എന്ന്. പോരാത്തതിന് അത്തിമ്പേരുടെ ഇളയ സഹോദരൻ കൂടെ നിന്ന് പഠിക്കാൻ എത്തിയിരിക്കുകയാണ്. എല്ലാ ചെലവുകൾക്കും കൂടി മാസം 150 രൂപയാണ് വരവ്. കഴിഞ്ഞ വലിയ അവധിക്ക് തെക്കേ മഠത്തിലെ പെരിയ മാമയുടെ മകൾ കോയമ്പത്തൂർ വച്ച് കണ്ടുവന്നു പറഞ്ഞത് കണ്ടാൽ ആളറിയാത്തവണ്ണം ക്ഷീണിച്ചിരിക്കുന്നു എന്നാണ്. വെളുത്തു തൊടുത്തിരുന്ന കസ്തൂരി. വിവാഹം കൊണ്ട് തൻ്റെ കസ്തൂരിക്കുണ്ടായത് അതുമാത്രമല്ലേ? ഇനി തനിക്കുള്ള അനുഭവം എന്താണാവോ? അറിയാതെ നെടുവീർപ്പുയർന്നു. എന്ന കനകം ഉന്മുഖം വാടിയിരിക്കരുതേ, ഉടമ്പുക്ക് ഏതാവത് മുടിയലതാ? കാലം പിറയിലിരുന്ന് ഒരേ തലവലി. വന്നപ്പോതെ ചെല്ലക്കൂടാതാ? നല്ല ചൂട് കാപ്പി പോട്ട് തന്നിരുപ്പേനെ. മാമി എണീക്കാൻ തുടങ്ങിയപ്പോൾ തടഞ്ഞു. വേണ്ട മാമി, ലാഡ് പിടിച്ച് തിന്താച്ചേ, ഞാൻ പോട്ടും ശീക്രം. നേരമാച്ച് അപ്പാവും അണ്ണാവും ഇപ്പോ ശാപ്പിടമാ വരുവാ. അപ്പടിയാനാ കൊഞ്ചം ലഡുവാവത് എടുത്ത് ശാപ്പിട്. ഇപ്പം വേണ്ട മാമി, സായങ്കാലം കോവിലേക്ക് പോകുമ്പോൾ ആകട്ടും. എങ്ങനെയെങ്കിലും മാമിയുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമാണ് അപ്പോൾ തോന്നിയത്. റോഡിലേക്ക് ഇറങ്ങാനായി നടവാതിൽ തുറന്നതും സൈക്കിളുമായി നന്ദു മുൻപിൽ നിൽക്കുകയാണ്. മുഖത്ത് പ്രസന്നതയുടെ പുഞ്ചിരി. ഒന്നും മിണ്ടാതെ അടുത്തുകൂടെ റോഡ് മുറിച്ചു കടക്കാൻ തുടങ്ങിയപ്പോൾ തടഞ്ഞു നിന്നു. എങ്ക പോറേൻ? അങ്കിയെന്നില്ല, ഒന്ന് പാർക്കട്ടും. ആഹാ, ഉന്നെ ലാഡ് മണക്കിറുതേൻ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് വാസനിച്ചിട്ട് പറഞ്ഞു. ചിരിക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലെന്തോ കനത്ത് കിടക്കുകയാണ്. വേദനയോടെ മുഖം കുനിഞ്ഞു. എന്നാ എങ്കിട്ടെ കോപമാ? വിസ്മയത്തോടെ തിരക്കി. ഒരു നിമിഷം കൂടി നിൽക്കാതെ ഓടിപ്പോന്നു. വീട്ടിലെത്തിയപ്പോൾ നടവാതിൽ പകുതി തുറന്നു കിടപ്പുണ്ട്. അപ്പോൾ അപ്പാവും വേങ്കിയണ്ണനും എത്തിക്കാണും. ശബ്ദമുണ്ടാക്കാതെ അകത്ത് കടന്നു. വേങ്കിയണ്ണൻ കണ്ടാൽ ഇപ്പോൾ ശങ്കരി മാമിയുടെ വീട്ടിൽ പോയതിനുള്ള സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. അടുക്കള കതക് ചാരിക്കിടക്കുകയാണ്. അപ്പാവുടെയും വേങ്കിയണ്ണൻ്റെയും ശബ്ദം കേൾക്കാം. ഊണ് കഴിക്കുകയാണ്. കോണിച്ചോട്ടിൽ ഒതുങ്ങി നിന്നു. വേങ്കിയണ്ണൻ ഉച്ചത്തിൽ പറയുകയാണ്. ഇங்கே இருந்து നേരെ കാദംബരി சித்தி வீட்டுக்கு. அவளுக்கு ரொம்ப திருப்தியா இருக்கும். അതേപ്പറ്റി ഉനക്ക് സന്ദേഹമേ വേണ്ട. സുന്ദരത്തുക്ക് പെണ്ണെ കൊടുക്കறதுக்கு எத்தனை பேர் தயாராயிருந்தா? ஆனா இத்தனை பெருத்தமான ஜாதகம் இதுவரை பார்த்ததில்லை. என்னமோ எனக்கு ஒண்ணுமே தெரியாது. என் கையில 10 ரூபா കൂടി ഇല്ലേ. ഉനക്ക് എല്ലാം தெரியுமே. വേങ്കിയണ്ണൻ്റെ ഉന്മേഷം ഉൾക്കൊള്ളാനാവാത്തതുപോലെ അപ്പ പിറുവിറുത്തു. തിരുപ്പി തിരുപ്പി അതേപ്പറ്റി ഏൻ ചൊല്ലുവേൻ. പണത്തെപ്പറ്റി നിങ്ങൾ കവലപ്പെടാ വേണ്ടാംന്ന് ഞാൻ എത്തനെ തടവേ ചൊല്ലിയിരിക്കേൻ. വേങ്കി ഒരു കാര്യം എടുത്തിനാ അത് നടന്നിരുന്ന് നിനച്ചുക്കോങ്കോ. ഇനമും ഉൻ പിള്ളമയലെ എനക്കും നമ്പിക്കയില്ലേ അല്ലവാ? എപ്പോഴുമുള്ള അട്ടഹാസ ചിരി. മനസ്സ് വിറങ്ങലിക്കുകയായിരുന്നു. സ്വപ്നത്തിൽ കണ്ട രൂപം ഓർമ്മയിൽ തെളിയുകയാണ്. ഇടതുവശത്തേക്ക് തുറച്ചു നിൽക്കുന്ന ഒറ്റ കണ്ണ് തന്നെ വിട്ടുമാറാതെ പിന്തുടർന്ന ആ നോട്ടം. ഓ ഇല്ല ഇല്ല, തനിക്ക് ഈ വിവാഹമേ വേണ്ട. ഉയർന്നു വന്ന തേങ്ങലുകൾ അമർത്തിപ്പിടിച്ചുകൊണ്ട് മച്ചിലേക്ക് ഓടിക്കയറി തളർന്നതുപോലെ കട്ടിലിലേക്ക് വീഴുകയായിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അജ്ഞാതമായ ഭാവി തന്നെ ഏതോ കെണിയിലാക്കാൻ പതിയിരിക്കുന്നത് പോലെ. ഉച്ചയ്ക്ക് അത്തായെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഊണ് കഴിച്ചെന്ന് വരുത്തി. പതിവുള്ള ജോലികൾ ഒരു കണക്കിന് ചെയ്തു തീർത്തു എന്ന് മാത്രം. ഉച്ചമയക്കം കഴിഞ്ഞ് കാപ്പി കുടിച്ച ഉടൻ അത്ത അലമേലു മാമിയുടെ വീട്ടിൽ പോയത് നന്നായി. വൈകുന്നേരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗീതാപാരായണം കേൾക്കാൻ രണ്ടുപേരും ഒത്തുപോകാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗൗനിക്കാനുള്ള അവസരം കിട്ടിയില്ല. ഇനി രാത്രി 8 മണിയോടെയേ മടങ്ങി വരികയുള്ളൂ. അപ്പാവും പോയി കഴിഞ്ഞിരുന്നു. മേല് കഴുകാനോ തല കോതി കെട്ടാനോ നട തൂത്ത് തെളിച്ച് കോലം വരയ്ക്കാനോ ഒന്നും മെനക്കിട്ടില്ല. കോവിലിൽ പോകാൻ വിളിപ്പിക്കാനായി ശങ്കരി മാമി രാജാമണിയെ അയച്ചപ്പോൾ തലവേദന എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കളഞ്ഞു. പുറത്തെ കതകിന് സാക്ഷിയിട്ടിട്ട് നേരെ മുകളിൽ പോയി കട്ടിലിൽ ചടഞ്ഞുകൂടി. ശങ്കരി മാമിയുടെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന കൽക്കി പോലും വായിക്കാൻ തോന്നിയില്ല. മനസ്സിൽ സ്വപ്നത്തിൽ കണ്ട വികൃത രൂപം
ഇടതുവശത്തേക്ക് തുറച്ചു നിൽക്കുന്ന കോങ്ങണ്ണ്. ഈശ്വര, എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും താൻ ഓർത്തു പോകുന്നത്? അപ്പുറത്ത് രാമു അണ്ണായുടെയും പട്ടുവിൻ്റെയും അടക്കിപ്പിടിച്ച സംസാരം. ഈ സമയത്ത് അവർ മച്ചിലെ കിടപ്പറയിൽ. ഓ, അലമേലു മാമി അത്തയുമൊത്ത് കോവിലിൽ പോയി കാണും. മാമി വീട്ടിലുള്ളപ്പോൾ ഭാര്യയുടെ നേരെ നോക്കാൻ പോലും ധൈര്യമില്ലാത്ത രാമു അണ്ണനാണ്. പട്ടുവിന് മാമിയെ എന്തു പേടിയാണെന്നോ. അടുക്കളയ്ക്ക് ഇപ്പുറത്തേക്കൊന്നും കടക്കുക പോലുമില്ല. അലമേലു മാമി മരുമകളെ എപ്പോഴും ഗൗനിച്ചുകൊണ്ട് തന്നെയിരിക്കും. അവർക്ക് ബോധിക്കാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയാൽ പിന്നെ നാവടങ്ങിയിരിക്കുകയില്ല. വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ഇടയ്ക്ക് ഒരു ദിവസം ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തത് തന്നെ ഒരു ദുസ്വാതന്ത്ര്യമായി വ്യാഖ്യാനിച്ച് മാമി ഉണ്ടാക്കിയ സ്വൈര്യക്കേട്. പാവം, കോവിലിൽ ഒന്നിച്ചു പോയപ്പോൾ ശങ്കരി മാമിയോട് കരഞ്ഞു പറയുന്നത് താൻ കേട്ടതാണ്. പട്ടു ഭർതൃഗൃഹത്തിലെ ഇമ്മാതിരി അനുഭവങ്ങൾ പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുന്നത് ശങ്കരി മാമിയോടൊപ്പം കോവിലിൽ പോകുമ്പോഴാണ്. പുറം വേലകൾ മാത്രമല്ല, അടുക്കളപ്പണിയും മുഴുവൻ ചെയ്യുന്നത് പട്ടുവാണ്. പക്ഷേ അതുകൊണ്ട് എന്തു പ്രയോജനമാണ്? മാമിയാർക്ക് തോന്നി എന്തെങ്കിലും വിളമ്പിക്കൊടുക്കുമ്പോഴേ വിശപ്പടക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ വിഷമം തോന്നിയിരുന്നത് കൊണ്ടാവണം ഈയിടെ ശങ്കരി മാമിയോട് ഈ കാര്യം പറഞ്ഞത്. അതിൽ പിന്നെ കോവിലിൽ നിന്ന് വരുമ്പോൾ മാമി വൈകുന്നേരത്തെ പലഹാരപ്പങ്ക് എന്തെങ്കിലും കൊടുത്തേ വീട്ടിലേക്ക് അയക്കുകയുള്ളൂ. പാവം, ഗർഭിണിയാണെന്ന് തോന്നുന്നു. കല്യാണം ആയി 1 മാസം താനേ ആച്ച്. അതുക്ക് മുന്നാലെ കുറേ നാളുകൾക്ക് മുമ്പ് പട്ടു അപ്പുറത്ത് ഓക്കാനിക്കുന്ന ശബ്ദം കേട്ട് അത്ത പിറുപിറുക്കുന്നത് താൻ കേട്ടതാണ്. ഗർഭമുണ്ടാകുമ്പോൾ പെൺകുട്ടികൾ ഛർദ്ദിക്കുമെന്ന് താൻ ഈയിടെയാണ് മനസ്സിലാക്കിയത്. ആഹാരങ്ങൾ മനസ്സിന് പിടിക്കുകയില്ല. ഇഷ്ടമുള്ളത് കഴിക്കാൻ വലിയ ആശയും. പാവം, പട്ടുവിന് അങ്ങനെയാവും. പക്ഷേ അതിനുള്ള യാതൊരു സൗകര്യവും വീട്ടിലില്ല താനും. അതേപ്പറ്റി കേട്ടപ്പോൾ അസുഖങ്ങളൊക്കെ മാറുന്നതുവരെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയാണ് നല്ലതെന്ന് ശങ്കരി മാമി അഭിപ്രായപ്പെട്ടപ്പോൾ, അപ്പോ അവരോ? അലമേലു മാമി രാമു അണ്ണാവോടെ കാര്യമെല്ലാം പാർക്കട്ടുമേ. എല്ലാം കേട്ടുകൊണ്ട് കൂടെ നടന്ന തൻ്റെ മനസ്സിൽ തോന്നിയത് ഉറക്കെ പറഞ്ഞുപോയി. ശങ്കരി മാമി പൊട്ടിച്ചിരിച്ചു. പുരുഷനെ വിട്ടു പോകരുതൊക്കെ ഇഷ്ടമില്ല ഇല്ലയോ പട്ടു? പട്ടു ലജ്ജ കൊണ്ട് മുഖം കുനിച്ചു കളഞ്ഞു. രാമു അണ്ണാവോട് പട്ടുവിന് അത്രയ്ക്ക് സ്നേഹമുണ്ടെന്നോ? എപ്പോഴും നിരിന്മേഷനായി വരാന്തയിലെ ബെഞ്ചിൽ കുത്തിയിരിക്കാറുള്ള രാമു അണ്ണ. അപ്പുറത്ത് പട്ടു കുടുകുടെ ചിരിക്കുകയാണ്, ആരോ കിക്കിളി കൂട്ടുന്നത് പോലെ. രാമു അണ്ണാവാണോ കിക്കിളി കൂട്ടി രസിപ്പിക്കുന്നത്? എന്തുകൊണ്ടോ രാമു അണ്ണാവെ അത്തരത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നില്ല. മുഖത്ത് ഒരിക്കലും ചിരിയോ ചൊടിചൊടിപ്പോ ഒന്നും കണ്ടിട്ടില്ല. അപ്പാവെ പോലെ ഏതോ മഠത്തിൽ ഗുമസ്തപ്പണി നോക്കുകയാണ്. ജോലി കഴിഞ്ഞു വന്നാൽ ഒന്നുകിൽ വീട്ടുനടയിൽ നിൽക്കുന്നത് കാണാം, ഇല്ലെങ്കിൽ പഴയങ്ങാടി ഗണപതി കോവിലിൻ്റെ സമീപത്ത്. പക്ഷേ എവിടെയാണെങ്കിലും കൊള്ളാം. അലമേലു മാമി വീട്ടിൽ നിന്ന് മണത്തറിഞ്ഞാൽ രാമു അണ്ണ വീട്ടിലെത്തും. അത് പറഞ്ഞ് ശങ്കരി മാമി ചിലപ്പോഴെല്ലാം പട്ടുവിനെ കളിയാക്കുന്നത് കേൾക്കാം. അതാ അപ്പുറത്ത് വീണ്ടും പൊട്ടിച്ചിരി. രാമു അണ്ണ പട്ടുവിനെ വീണ്ടും കിക്കിളി കൂട്ടുകയായിരിക്കും. പെട്ടെന്ന് സ്വയം ഊറിച്ചിരിച്ചു പോയി. താനറിയാതെ ആരെങ്കിലും ശരീരത്തെ തൊട്ടുപോയാൽ തനിക്ക് എന്തൊരു ഇക്കിളിയാണ്. 1 വർഷത്തിന് മുൻപ് നടന്ന ആ സംഭവം. ഒരു ശനിയാഴ്ച രാവിലെ വീട്ടുപണികൾ കഴിഞ്ഞുള്ള സമയമാണ്. 5 രൂപ കടം വാങ്ങാനായി അത്ത ശങ്കരി മാമിയുടെ വീട്ടിലേക്ക് അയച്ചു. റോഡിൽ അരികുമാറിയിരുന്ന് രാജാമണിയും ശുപ്പവും ഗോലി കളിക്കുന്നുണ്ട്. ചാരിക്കിടന്ന കതക് തുറന്ന് അകത്ത് കയറി. വീടിന് പുറകിൽ കുളിമുറിയിൽ ശങ്കരി മാമി കുളിക്കുന്ന ശബ്ദം കേൾക്കാം. ശങ്കരി മാമി കുളിച്ചു വരുന്നത് നോക്കി കുറച്ചു നേരം ചുറ്റിപ്പറ്റി നിന്നപ്പോൾ മച്ചിൽ നന്ദുവിൻ്റെ മുറിയിൽ ഒന്ന് പോയി നോക്കിയാലോ എന്ന് തോന്നി. തന്നെപ്പോലെ ഒരു പെൺകുട്ടിയുടെ പടം നന്ദു കലണ്ടറിൻ്റെ പുറകെ വരച്ചിട്ടിരിക്കുന്നു എന്ന് രാജാമണി പറഞ്ഞത് സത്യമാണോ എന്നറിയണമല്ലോ. നന്ദു കോളേജിൽ പോയിരിക്കുന്ന അവസരവുമാണല്ലോ. പതുക്കെ കോണി കയറി ചെന്നപ്പോൾ നന്ദു കസേരയിൽ ഇരിപ്പുണ്ട്. എന്തോ ശ്രദ്ധിച്ചു വായിക്കുകയാണ്. താൻ ചെന്നത് അറിഞ്ഞതേയില്ല. പഠിക്കുകയായിരിക്കും. പുറകെ കൂടെ ശബ്ദം വെക്കാതെ ചെന്ന് എത്തി നോക്കി. ഓ, നോവൽ വായനയാണ്. പെട്ടെന്നൊരു കുസൃതി തോന്നി. 2 കൈകൾ കൊണ്ടും കണ്ണു പൊത്തിപ്പിടിച്ചു. രാജാമണി, ഉങ്കിട്ടേ താൻ വിടേ ചൊന്നാൻ ഇപ്പോ പാത്തുങ്കോ.
പറയാത്ത താമസം പിറകോട്ട് നീണ്ട കൈവിരലുകൾ തൻ്റെ കഴുത്തിലോ വയറിലോ എവിടൊക്കെയോ ഇക്കിളി പൂണ്ട് കുതറി. പിന്നോക്കം ചാടിപ്പോയി. നന്ദു തന്നെ ശരിക്കും ശകാരിക്കുമെന്നാണ് ഭയപ്പെട്ടത്. പക്ഷേ തിരിഞ്ഞെണീറ്റ് തന്നെ കണ്ടതും മുഖത്ത് ജാള്യത പരന്നു. ഒന്നും മിണ്ടാൻ തനിക്ക് കഴിഞ്ഞില്ല. വേഗം താഴേക്ക് ഓടിപ്പോന്നു. ആ സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് താൻ ഋതുമതിയായത്. ഇതേപ്പറ്റിയെല്ലാം ഇപ്പോൾ ഓർമ്മിക്കുന്നത്. മനസ്സിൻ്റെ പശ്ചാത്തലത്തിൽ തുറച്ചു നിൽക്കുന്ന ഒറ്റക്കണ്ണും വീണ്ടും തെളിയുകയാണ്. തൻ്റെ ചിന്തകൾക്ക് എന്ത് സംഭവിക്കുകയാണ്? അടുത്ത ഭാഗം നാളെ.